ഹലോ, വെൽക്കം ടു അവർ കിച്ചൺ. ഇന്നിവിടെ സുധയും പിന്നെ ഞാനും. Sudha brings passion to the cooking and I add a flavor to it. Sudha is known for her cooking skills and her expertise in baking. She has a Facebook page called Bella Bakes. We are two good friends. Sudha cooks with love and I taste with extreme dedication. ഇങ്ങനെ ഈയിടെയായിട്ട് ഞങ്ങളുടെ മെഗയുടെ ടീം ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു. അവരുടെ ഹെൽത്ത് മന്ത് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഒരു ഹെൽത്തി എന്തെങ്കിലും റെസിപ്പി കാണിക്കണം. അങ്ങനെ സുധ ഡിസൈഡ് ഓൺ ഹെൽത്തി ഡെസേർട്ട്. സോ ഹിയർ വി ആർ വിത്ത് എ വെരി ഹെൽത്തി ബനാന ബ്രെഡ്, എ സിമ്പിൾ റെസിപ്പി വിത്ത് എ ഹെൽത്തി ട്വിസ്റ്റ്. പ്രിപ്പയർ ചെയ്യണേ. ഹെൽത്തി ഇതായതുകൊണ്ട് ബട്ടറിന് പകരം ഓയിൽ സ്പ്രേ ചെയ്താൽ മതി അല്ലേ? ഏതെങ്കിലും ഒരു ഇത് ബട്ടർ ഇട്ടാലും ഓക്കെ. ബിക്കോസ് ഇത് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യില്ലേ. ഇതാണ് ഇതിപ്പോൾ നമ്മളൊരു ഹെൽത്തി ബനാന കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ഇത് വെറ്റ് ഇൻഗ്രീഡിയൻസ്. ഇത് ആൽമണ്ട് ഫ്ലോർ 1.5 കപ്സ് ആൽമണ്ട് ഫ്ലോർ, പിന്നെ ഇത് ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, സിന്നമൺ. അപ്പം ഞാനിതിപ്പോൾ ഇതിങ്ങോട്ട് ഇടുകയാണ്. ഇത് വെച്ച് മിക്സ് ചെയ്യണോ? അല്ലല്ല, ഇത് ബിക്കോസ് ഇത് ഫുൾ കംപ്ലീറ്റ് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ആൽമണ്ട് ഫ്ലോറിൽ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അരിക്കുകയും ചെയ്യാം അല്ലേ? അരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആൽമണ്ട് ഫ്ലോർ കുറച്ചും കൂടി പിന്നെ ആ സീവിൽ അല്ലെങ്കിൽ അത്ര വലിയ സീവായിരിക്കണം. അപ്പം ഇനിയിപ്പം ഞാൻ ഇത് എഗ്സ് ആദ്യം ബീറ്റ് ചെയ്യാൻ പോവാണ്. 2 ലാർജ് എഗ്സ് ആണ്. ഒന്ന് പതഞ്ഞ് വന്നാൽ മതി എഗ്സ്. കുറച്ച് നേരം ആ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് വെടുത്ത് വെക്കണം. അതെ, റൂം ടെമ്പറേച്ചറിലായിരിക്കണം എല്ലാം. ആൽമണ്ട് ഫ്ലോറും എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇത് 1/4 ടീസ്പൂൺ 1/4 കപ്പ് ഹണിയാണ്. ഹണി ഇതാണ് നമ്മൾ ഷുഗറിന് പകരമാണ് ഈ ഹണി ഇടുന്നത്. ഹണി എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ 1/4 കപ്സ്, എല്ലാം 1/4 കപ്പാണ്. പിന്നെ ഇത് ആപ്പിൾ സോസാണ്. ഇറ്റ് ഗീവ്സ് എക്സ്ട്രാ മോയ്സ്ചർ. അല്ല, ഇത് മതി. കേക്കിനൊരു എക്സ്ട്രാ മോയ്സ്ചറാണ് ആപ്പിൾ സോസ്. അപ്പം ഇത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇത് വാനില എസൻസ് 1 ടീസ്പൂൺ. കുറച്ചുകൂടി ഇങ്ങോട്ട് ഒഴിച്ചോളൂ. ഇത് 1 ടീസ്പൂൺ വാനില എസൻസ്. അപ്പം നമ്മൾ ഇത്രയും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിപ്പം ബനാനയാണ്. ബനാന നമ്മൾ ബീറ്റ് ചെയ്യില്ല. ബനാന ജസ്റ്റ് സ്പാറ്റുല വെച്ചൊന്ന് മിക്സ് ചെയ്യത്തേ ഉള്ളൂ. റൈപ്പ് 2 ബനാന മാഷ്ഡാണ്. നമ്മൾ ബീറ്റ് ചെയ്യല്ല ബനാന. വെരി സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വെറ്റ് ഇൻഗ്രീഡിയൻസ്, ഇതിപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പം ഒരുമിച്ചിടൂല, നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് 3 ടൈംസ് ആയിട്ട് സ്പാറ്റിലിട്ടിട്ട് അത് ഞാൻ കാണിച്ചു തരാം. ബിക്കോസ് ഇത് എപ്പോഴും ഒരു സൈഡിൽ കൂടെ നമ്മൾ ഇത് സ്റ്റെർ ചെയ്യുന്നതിന് ഒരു ഇതുണ്ട്. എപ്പോഴും ഒരു സൈഡിൽ കൂടെ. അത് ഓവർ സ്റ്റെർ ചെയ്യാനും ഓവർ മിക്സ് ചെയ്യാനും പാടില്ല.
കുറേശ്ശെ ആയിട്ട് ഇടണം. ലാസ്റ്റ് അത്ര ഇട്ടേക്കട്ടെ. അത്ര ഇട്ട് മുഴുവൻ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ആൽമണ്ട്സോ അല്ലെങ്കിൽ വാൾനട്ട്സ് ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. വാൾനട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. വലിയ പീസസ് ആയിട്ടല്ലേ? അല്ല, അതാ ക്രഷ് ചെയ്ത് പൊടിഞ്ഞു പോലെ, പക്ഷെ ഇങ്ങനെ കടിക്കാൻ പറ്റുന്നതായിട്ട്. ഇത് നമ്മുടെ ഓവൻ 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ റീഹീറ്റ് ചെയ്തു. അപ്പോൾ എന്നിട്ട് രാവിലെ ഇത് അങ്ങോട്ട് വെച്ചോളൂ. മിഡ് റാക്കിൽ വെക്കണം. നടുക്കോട്ട് നീക്കി വെക്കണം. ഗോട്ട് തമ്മിൽ കുറച്ചും കൂടി നടുക്കോട്ട്. പറ്റും. ഈ റാക്ക് ആക്ച്വലി ഒരു റാക്കിൻ്റെ ആവശ്യമില്ല. കുറച്ചും കൂടെ മിഡിലോട്ട് വെച്ച്. കറക്റ്റ് ആണ്. അപ്പം ഒന്ന് ടൈം ചെയ്യണം. 45 മിനിറ്റ്സ് എടുക്കും. അപ്പം 45 മിനിറ്റ്സ് ടൈം ചെയ്ത് 45 മിനിറ്റ്സ് ആണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ. ഇത് കസ്റ്റേർഡ് ചെയ്യാൻ പോവാണ് നമ്മൾ. ഇതിപ്പം 5 കപ്പ് പാലുണ്ട്. എനിക്കിപ്പം വേണ്ടത് വിസ്കാണ്. ഇതിൽ ഞാനിപ്പം കുറച്ച് വാനില എസൻസ് 1 ടീസ്പൂൺ to 2 ടീസ്പൂൺ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യണം. ഇത് 1/2 കപ്പ് കസ്റ്റേർഡ് പൗഡർ. അപ്പം ഈ കസ്റ്റേർഡ് പൗഡർ ഇതിലിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പം ഇത് കസ്റ്റേർഡ് പൗഡർ നല്ലോണം മിക്സായോ നോക്കണം. മിക്സ് ആയല്ലോ അല്ലേ? നല്ലോണം ബ്ലെൻഡായി. അപ്പോൾ ഇതിനിപ്പം നമുക്ക് മീഡിയം ഹീറ്റിൽ സ്റ്റവിൽ വെച്ച് ഒന്ന് കസ്റ്റേർഡ് ആക്കി എടുക്കണം. ഇത് കസ്റ്റേർഡ് ചെറിയ തീയിൽ ഇതാവട്ടെ. കുറച്ച് സമയം ചെറുതായിട്ട് തിക്കായാൽ മതി. അതെ മതി. എന്നുവെച്ചാൽ അത് ഇരിക്കുമ്പം നമുക്ക് ആ ഇതറിയാം. അത് ഈ സ്പൂണിന്റെ പുറകിൽ അത് കോട്ട് ചെയ്ത് വരുമ്പം അത് കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. സ്പൂണിൽ കോട്ടഡ് ആയി. ഇതിങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ മധുരത്തിന് മറ്റേടത്ത് ഹണി യൂസ് ചെയ്തുകൊണ്ട് ഇത് നമ്മൾ ഏത് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്? അഗാവെ അല്ലേ? അഗാവെ എന്ന് പറഞ്ഞ സിറപ്പ്. നമുക്ക് ഇത് ഹെൽത്തിയർ വേർഷൻ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഷുഗറാണ് നല്ലത്. പിന്നെ ഹണി ആയാലും ഇതും ഇറ്റ് കംസ് ഔട്ട് വെരി വെൽ കേട്ടോ. ഒന്നും വരും. ഓല ഇടുന്നു. ഹെന്ന എടുത്തു. after 25 minutes അത് താന്ന് പോകില്ല. ടൂത്ത് പിക്ക് ഇതായി ആ ഫോർക്കായിട്ട് മതി. അതിലൂടെ ഓവൻ്റെ ഇത് ബേക്ക്ഡ് പ്രോഡക്റ്റ് ആണ്. ഇങ്ങനെ വെക്കും അപ്പോൾ കാണത്തില്ലല്ലോ. ഇതാണ് എൻ പ്രോഡക്റ്റ് നമ്മുടെ ബനാന ബ്രെഡ്. അപ്പം ഇത് 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 44 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു 40-42 മിനിറ്റ്സ് ആകുമ്പോൾ ചെക്ക് ചെയ്യണം. ടൂത്ത് പിക്ക് ഇട്ട് ഇൻസേർട്ട് ചെയ്ത് ഇഫ് ഇറ്റ് കംസ് ഔട്ട് ക്ലീൻ അത് ഡൺ എന്നാണ് അർത്ഥം. ബിക്കോസ് ഓവന് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ആക്ച്വലി നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ഒരു 40 മിനിറ്റ്സിലൊക്കെ ആയി. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഡൺ കേക്കാണ് ഇത്.
ഇതിൽ കുറച്ച് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് പൗഡർ ഷുഗർ ആഡ് ചെയ്തതേ ഉള്ളൂ. ചെറിയ ഡെക്കറേഷൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനൽ പ്രോഡക്റ്റ്. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. അത് കണ്ടോ, ഞാനിതിപ്പോൾ മുറിച്ച് വെച്ച് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ അറേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ഇത് കസ്റ്റേർഡുമായിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോ ഫൈനൽ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഗസ്റ്റ് ഇന്ന് പ്രീതി. ഇതാണ് നമ്മുടെ പ്രീതി. ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഒരുപാട് താങ്ക് യു. പേഷ്യന്റ്ലി നിന്ന് എല്ലാം ചെയ്തു തന്നെ അല്ലേ? ടേസ്റ്റ് ചെയ്യാം. കസ്റ്റേർഡ് കസ്റ്റർഡ് നിങ്ങൾ കണ്ടിട്ട് So delicious. ചായ ഒഴിച്ച കൂടുതൽ കസ്റ്റേർഡ് വേണമെങ്കിൽ കൂടുതൽ കസ്റ്റേർഡ് ആക്കാമേ. ചായല പഞ്ചസാര സെപ്പറേറ്റ്ലി വെച്ചിരിക്കുക. എന്റെ അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് സാധനമാണ് കസ്റ്റേർഡ്. പക്ഷെ പഞ്ചസാര വെച്ചാണ് യൂഷ്വലി ചെയ്യുന്നത്. ഇതിപ്പോ നമ്മള് മേപ്പിൾ സിറപ്പ് ഉപയോഗിക്കാം കേട്ടോ. ആണല്ലേ? നല്ലതായിട്ട് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹാപ്പി. ഏതായാലും പ്രീതി സത്യാണല്ലോ പറയണം. ആണ് സത്യം. അടിപൊളി. No flaw. I think it has come out very well. Very well. നല്ല ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഫുൾ ഒറ്റയെടുപ്പിന് കഴിക്കാൻ തോന്നും. എന്ന് പറഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് ലോഫ് കഴിച്ചാലും ഗിൽറ്റ് ഫീൽ ചെയ്യാതെ കഴിക്കാൻ പറ്റും. ഹെൽത്തി. Desserts usually
പിള്ളേരും ചോദിക്കുമ്പോൾ പറയും ഹെൽത്തി ആയിട്ട് ഡെസേർട്സ് ഉണ്ടാക്കാൻ ഇത്തിരി പ്രയാസം. ഡെസേർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി മധുരം വല്ലപ്പോഴും ഉണ്ടാക്കുന്ന സാധനമല്ലേ, ഇത്തിരി മധുരമൊക്കെ ഇട്ട് തന്നെ ഉണ്ടാക്കണം എന്നാണ്. പക്ഷെ ഇത് മെഗയിന് പ്രത്യേകം ഒരു ഹെൽത്തി മന്ത് ആണ്. അപ്പൊ ഒരു ഹെൽത്തി ഡെസേർട്ട്സ് പറഞ്ഞുകൊണ്ട് അതെ, ഒപ്പിച്ചെടുത്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ബൈ. Bye.